നമസ്കാരം. മദ്യനയ കേസിൽ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി പിൻവലിച്ച് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ജാമ്യം നടപ്പാക്കുന്നത് തടഞ്ഞ ഡൽഹി ഹൈക്കോടതിയുടെ നടപടി ചോദ്യം ചെയ്താണ് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതിയുടെ പൂർണ്ണ ഉത്തരവ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന സാഹചര്യത്തിലാണ് കെജ്രിവാളിന്റെ അഭിഭാഷകന്റെ നടപടി. ഹർജി പിൻവലിക്കാൻ അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതിയുടെ അവധിക്കാല ബെഞ്ച് അനുമതി നൽകിയിരുന്നു. CBI അറസ്റ്റ് രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ ഇക്കാര്യം കൂടി ഉൾപ്പെടുത്തി അരവിന്ദ് കെജ്രിവാൾ വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കും. ഇതിനിടെ മദ്യനയ അഴിമതി കേസിൽ CBI കെജ്രിവാളിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. റൌസ് അവന്യൂ പ്രത്യേക CBI കോടതിയുടെ അനുമതിയോടുകൂടിയാണ് CBI ഉദ്യോഗസ്ഥർ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്യാനും CBI കോടതി അന്വേഷണ ഏജൻസിയായ CBIക്ക് അനുമതി നൽകിയിട്ടുണ്ട്. ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയുടെ ശുപാർശ അനുസരിച്ചാണ് കേന്ദ്ര സർക്കാർ നേരത്തെ CBI അന്വേഷണത്തിന് തീരുമാനമെടുത്തത്. കെജ്രിവാളിനെ CBI വൈകാതെ ചോദ്യം ചെയ്യും. കേസിൽ CBI ആണ് ആദ്യം അന്വേഷണം തുടങ്ങിയത്. ഇതിന് പിന്നാലെയാണ് ED കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. ED കേസിൽ നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുകയാണ് കെജ്രിവാൾ. ED രജിസ്റ്റർ ചെയ്ത കേസിൽ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചാലും കെജ്രിവാളിന് ഇനി പുറത്തിറങ്ങാനാകില്ല. ഈ സാഹചര്യത്തിലാണ് ഹർജി കെജ്രിവാളിന്റെ വക്കീൽ പിൻവലിച്ചത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസിൽ വിചാരണ കോടതി ജാമ്യം നൽകിയതിന് പിന്നാലെയാണ് CBIയുടെ അറസ്റ്റ്. കോടതിയിൽ നിന്ന് പ്രൊഡക്ഷൻ വാറന്റ് അനുമതി വാങ്ങിയതിന് ശേഷമാണ് CBI ജയിലിലെത്തി കെജ്രിവാളിന്റെ മൊഴി രേഖപ്പെടുത്തിയത്. റോസ് അവന്യൂ കോടതിയാണ് ജൂൺ 20-ന് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചത്. എന്നാൽ ED നൽകിയ ഹർജി പരിഗണിച്ച ഡൽഹി ഹൈക്കോടതി ജാമ്യം സ്റ്റേ ചെയ്തു. EDയുടെ വാദങ്ങൾ വിചാരണ കോടതി ജഡ്ജി പരിഗണിച്ചില്ലെന്നും അതിനാൽ ഉത്തരവ് അംഗീകരിക്കാൻ സാധിക്കുകയില്ലെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. മുഴുവൻ രേഖകളും പരിശോധിച്ചിട്ടില്ല എന്ന വിചാരണ കോടതി ജഡ്ജിയുടെ നിരീക്ഷണം ചൂണ്ടിക്കാട്ടിയ ഹൈക്കോടതി ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് ജാമ്യം അനുവദിച്ചത് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. 3 മാസം മുമ്പാണ് ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ബന്ധപ്പെട്ട് കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കാനായി നേരത്തെ അദ്ദേഹത്തിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. അത് ഇടക്കാല ജാമ്യമാണ്. ജൂൺ 2-നാണ് ജാമ്യം അവസാനിച്ച് കെജ്രിവാൾ തിഹാർ ജയിലിൽ മടങ്ങിയെത്തിയത്. രണ്ടാമതും ജാമ്യം അനുവദിച്ചതിനു ശേഷം കെജ്രിവാൾ ജയിൽ മോചിതനാകാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഹൈക്കോടതി ജാമ്യം താത്കാലികമായി സ്റ്റേ ചെയ്തത്. കേസ് വിധി പറയാനായി ജൂലൈയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ED CBI ഇനി അടുത്തത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ്. പഞ്ചാബിലെ വിഘടനവാദിയായ അല്ലെങ്കിൽ ഗുർപ്രീത് സിംഗ് പന്നൂർ ഖലിസ്ഥാൻ ഭീകരവാദിയിൽ നിന്നും കെജ്രിവാൾ പണം കൈപ്പറ്റിയെന്ന് ഗുർപ്രീത് സിംഗ് പന്നൂർ പറഞ്ഞതിന്റെ ആരോപണത്തിൽ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ V സക്സേന അദ്ദേഹത്തെ കെജ്രിവാളിനെ പറ്റി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പരാതി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പരാതി ആഭ്യന്തരമന്ത്രിക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്, ആഭ്യന്തര മന്ത്രാലയത്തിന്. അതിൻ്റെ നടപടികൾ ഇപ്പോൾ ആഭ്യന്തര വകുപ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. CBI കഴിഞ്ഞാൽ ഇനി അടുത്ത NIAയുടെയാണ്. ചുരുക്കത്തിൽ ഒരർത്ഥത്തിൽ കെജ്രിവാളിന് ഇനി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. തിഹാർ ജയിലിൽ തന്നെ ജീവിതകാലം മുഴുവനും ഗുണ്ടകളോടൊപ്പം അല്ലെങ്കിൽ വലിയ കുറ്റകൃത്യം ചെയ്ത ഒരു ഭീകരരോടൊപ്പം ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിന് ശിഷ്ടകാലം മുഴുവൻ തിഹാർ ജയിലിൽ തന്നെ അന്തി ഉറങ്ങേണ്ടി വരുമെന്നതിൽ യാതൊരു സംശയമില്ല. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.